ഇതാണ് അപ്പോസ്തലന്മാരുടെ ആരും പറയാത്ത തരികടകൾ. കേരളത്തിൽ ഇന്ന് വചനക്കൊള്ള നടത്തുന്ന അപ്പോസ്തലന്മാരുടെ എല്ലാം റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ നമുക്ക് പറയാം, ഒരു ഇസ്രായേലി വംശജനായ പാസ്റ്റർ ബെന്നിഹിൻ അഥവാ തൗഫീഖ് ബെനഡിക്സ് ബെന്നിഹിൻ എന്ന്. ഇന്ന് നമ്മുടെ നാട്ടിൽ പാച്ചർപ്പായലുകൾ പയറ്റുന്ന മിറക്കിൾ ക്രൂസേഡ് എന്ന അത്ഭുത രോഗശാന്തി തട്ടിപ്പിന്റെ തലതൊട്ടപ്പനാണ് ഇദ്ദേഹം. ടെലി ഇവാഞ്ചലിസം എന്നൊരു ശാഖയും വളർത്തിയെടുത്തതും ഇദ്ദേഹമാണ്. ഊതി വീഴിക്കുന്നതും തള്ളിയിടുന്നതുമെല്ലാം ഇയാളുടെ ഒരു ശൈലിയാണ്. ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ടെലിവിഷൻ പ്രോഗ്രാമായ ദിസ് ഈസ് യുവർ ഡേയിൽ കൂടിയാണ് ഇദ്ദേഹത്തിന് ലോകമെമ്പാടും ആരാധക വൃന്ദമുണ്ടായത്. ഇദ്ദേഹത്തിന്റെ പ്രോസ്പെരിറ്റി ഗോസ്പൽ കോപ്പിയടിച്ചാണ് നമ്മുടെ നാട്ടിലുമുള്ള തീവട്ടികൾ അഭിവൃദ്ധിയുടെ വചനക്കച്ചവടവുമായി ഇറങ്ങിയിരിക്കുന്നത്. മിറക്കിൾ ക്രൂസേഡ് അത്ഭുത രോഗശാന്തി തട്ടിപ്പ് നടത്തുമ്പോൾ ഇവർ ആളുകളോട് കണ്ണടച്ച് നിൽക്കുവാൻ ആവശ്യപ്പെടും. അപ്പോൾ അതിശക്തമായ ഫ്ലിക്കർ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ കണ്ണടച്ച് നിൽക്കുന്നവർക്ക് എന്തോ ഒരു ദിവ്യപ്രകാശം കണ്ട അനുഭൂതി ഉണ്ടാകും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഹല്ലേലൂയ വിളികളും മറുഭാഷയും ഒക്കെ മുഴങ്ങുമ്പോൾ എന്തോ ഒരു അനുഭൂതി കണ്ണടച്ച് നിൽക്കുന്ന പരമമൊണ്ണകൾക്ക് അനുഭവപ്പെടും. ഈ സമയം സ്റ്റേജിൽ നിൽക്കുന്ന വചനക്കൊള്ളക്കാരൻ ഉറപ്പിച്ച് ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു പറയും, അവിടെ അതാ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, അവിടെ നിൽക്കുന്നവർക്കതാ രോഗസൗഖ്യം ഉണ്ടായി എന്ന്. ഈ ഫ്ലിക്കർ ലൈറ്റിന്റെ വെളിച്ചമടിച്ച മൊണ്ണകൾ കരുതും അത് പരിശുദ്ധാത്മാവ് തന്റെ ശരീരത്തിലൂടെ കയറിപ്പോയതാണെന്ന്. അപ്പോൾ അവർ സ്തോത്രം പറഞ്ഞു തുള്ളിച്ചാടി സാക്ഷ്യവുമായി പാച്ചറുടെ അടുത്തേക്ക് ഓടും. ഞാൻ കണ്ടു, ഞാനേ കണ്ടുള്ളൂ എന്നും പറഞ്ഞ്. ഇതാണ് പരിപാടികൾ. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ഉറപ്പാക്കിയ സ്ഥിതിക്ക് നന്ദി സൂചകമായി അരിഞ്ഞാണം വരെ മൊത്തത്തിൽ ഊരിയിട്ട് കൊടുക്കും പാച്ചർക്ക്. ഇതാണ് പരിപാടി. ഇത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ അകമ്പടിയോടെയുള്ള വെറും ഒരു സ്റ്റേജ് ഷോ ആണെന്ന് മനസ്സിലാക്കുക. ഒരു മെഗാ ഷോ നടത്തുന്നത് പോലെയാണ് ഇന്ന് ഇവന്മാരുടെ പരിപാടികൾ. പങ്കെടുക്കുന്നവർക്കും വളരെ എന്റർടൈൻമെന്റ് ആയിരിക്കും. ചൊറിയൻ താരുവിന്റെയും തീവട്ടി തങ്കുവിന്റെയും അപ്പോസ്തോലിയൻ ടിനുവിന്റെയും ഒക്കെ പരിപാടികൾ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ശീതീകരിച്ച ഹാളുകൾ, ലൈനറേ സൗണ്ട് സിസ്റ്റം, പ്രൊഫഷണൽ സൗണ്ട് ലൈറ്റ് എഞ്ചിനീയർമാർ, കൺസോളിൽ ബാക്ക്ഡ്രോപ്പ് വീഡിയോ വോൾ, അതിൽ ഗ്രാഫിക്സ്, സദാ സട്ടിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്ലേ ചെയ്ത് ഓർക്കസ്ട്ര. കള്ളപ്പാച്ചർ എന്ത് പറഞ്ഞാലും സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒക്കെ പറയുവാൻ കോറസ്, ഓ ജീസസ് ലവ് യു ജീസസ് ഒക്കെ പറയുവാൻ പ്രയർ അസിസ്റ്റന്റുകൾ, സ്റ്റേജിൽ വിഷ്വൽ ഭംഗി കൂട്ടുവാൻ ഒരേ രീതിയിലുള്ള ഡ്രസ് ധരിച്ച് കുണുങ്ങി നിൽക്കുന്ന കിളുന്ന് സുന്ദരിമാർ, നല്ല മേക്കപ്പ് ഇട്ടൊരുങ്ങി സൂട്ടും കോട്ടും അണിഞ്ഞു നിൽക്കുന്ന പ്ലാച്ചർ. മൊത്തത്തിൽ കാണുമ്പോൾ നല്ലൊരു റിച്ച്നെസ്, നല്ലൊരു വൈബ് ഉണ്ടാവണം. ഇതാണ് ഒരു പ്രോസ്പെരിറ്റി കച്ചവടത്തിന് വേണ്ടുന്ന മിനിമം ആവശ്യ ഘടകങ്ങൾ. ദാരിദ്ര്യ ഷോകൾക്ക് ഇന്ന് കാണികളില്ല എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം ഈ വേഷം കെട്ടലും ടപ്പാങ്കൂത്തും ആട്ടും പാട്ടവുമെല്ലാം മൊണ്ണകളായ നിങ്ങളുടെ നിക്കറിൽ കിടക്കുന്ന കാശ് പിടുങ്ങുവാനുള്ള പരിപാടിയാണെന്ന് ദയവായി മനസ്സിലാക്കുക. ഇനി ഇത്തരം തട്ടിപ്പുദാസന്മാരുടെ പരിപാടികൾക്ക് കീബോർഡ് വായിച്ചുകൊണ്ടിരുന്ന പ്രദീപിന്റെ വാക്കുകൾ കേട്ടാലും. എൻ്റെ പേര് പ്രദീപ്. ഞാൻ ഈയിടെ അടുത്ത കാലത്ത് സുനിൽ ഈ അപ്പോസ്തലന്മാരെ പറ്റിയും ഈ അത്ഭുത പ്രവർത്തികളെ പറ്റിയും നമ്മുടെ അവിടെ ഈ ക്രിസ്ത്യൻ ഇതിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന ചീറ്റിങ്ങുകളെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഓർത്തു. ഞാൻ ഈ ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ പുറകെ പോവുകയും ഞാൻ കീബോർഡ് പ്ലേ ചെയ്യുമായിരുന്നു, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിലല്ല കാര്യം. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഹോപ്പും മറ്റുള്ളവരെ കരുതുന്നതിനായിട്ടുള്ള ഒരു ആത്മാവ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കണ്ടെത്താൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ജീവിതത്തിൽ അനുഗ്രഹം എന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം മനസ്സിലാവും നമ്മൾ പലരും ഇതിന് പുറകെ പോകുന്നത് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി മാത്രം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളെ ഇങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം ചൂഷണം ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് പുറകെ പോകുമ്പോൾ ഉള്ള 2-3 കാര്യങ്ങളുണ്ട്. ഈ മോസ്റ്റ് ഓഫ് ദ നമ്മുടെ ഇവിടെ ഈ പരിപാടികൾ നടത്തുന്ന എല്ലാവരും ഫോളോ ചെയ്യുന്നത് US ബേസ്ഡ് പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരുടെ മോഡലാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതിൽ ഒരു പ്രമുഖനാണ് ബെന്നിഹിൻ്റെ ശുശ്രൂഷകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. സെയിം ഇത് തന്നെ, മ്യൂസിക്, തള്ളിയിടുക, ഹീലിങ്, ഇങ്ങനെയുള്ള വലിയ ഡ്രാമയാണ് പുള്ളി അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് പൈസ മേടിച്ച് അല്ലെങ്കിൽ സ്വന്തം പ്ലെയിനൊക്കെ മേടിച്ചതിന് കുറേ ഫ്രോഡ് കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്.
പുള്ളി ഫോളോ ചെയ്തിരുന്ന കാതറിൻ കുർമാൻ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരി ഇതുപോലെയാണ് പ്രോസ്പെക്റ്റീവ് ഗോസ്പലിൻ്റെയൊക്കെ ഇനീഷ്യൽ ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് പുള്ളിക്കാരി. സെയിം ഇത് തന്നെയാണ് എൻ്റെ ദൈവം റിച്ച്നെസ്സിൻ്റെ ദൈവം എന്നുള്ള വിശ്വാസത്തിൽ ആയിരുന്നു പുള്ളിക്കാരി ചെയ്തത്. പക്ഷേ ഇവരെല്ലാവരും ഈ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന കാശ് മേടിച്ചിട്ടാണ് ഇവർ റിച്ച്നെസ് അതിൽ കാണിക്കുന്നത്. പിന്നെ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ പോകുന്ന ആൾക്കാർക്ക് ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പാകും എന്നോർത്ത് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെല്ലാം മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇവർ സംസാരിക്കുന്ന മോഡുലേഷൻ അനുസരിച്ച് സ്ട്രിങ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് പുറകിൽ നിന്ന് പ്ലേ ചെയ്ത് കൂട്ടിയും കുറച്ചും കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് വലിയൊരു അനുഭൂതിയാണ്. നമ്മൾ സ്റ്റേജിൽ നിന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം, നമ്മൾ ഈ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് ആൾക്കാർക്ക് വ്യത്യാസം വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് സെയിം ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കോൺസേർട്ടിനോ അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര പെർഫോം ചെയ്യുമ്പോൾ പോയാലും സെയിം ഇത് തന്നെയാണ്. അവർ വളരെ ലോ ആയിട്ട് കൊണ്ടുവന്നിട്ട് വളരെ ഹൈയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേനും അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ചിയർ ചെയ്യുകയും കൈയടിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന സെയിം അനുഭൂതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത്, ഇവർ ഇങ്ങനത്തെ അത്ഭുതങ്ങളിൽ ഇതിലും വളരെ ഫോക്കസ് ആയിട്ടാണ്. അതായത് ഊതി വീഴിക്കുക, തള്ളിയിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സൈക്കോളജി ഇതിൽ വർക്ക് ചെയ്യുകയാണ്. അവർ സോഷ്യലായിട്ട് വളരെ സബ്മിസീവായിട്ടുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പം അവർക്കൊന്നും ഒരാളെ തള്ളിയിട്ട് കഴിഞ്ഞും അവരുടെ അടുക്ക് ചെന്ന് കൈ വീശിയാൽ അവർ താഴെ വീഴും. അല്ലെങ്കിൽ ആൾക്കാരെ അതിനു വേണ്ടി കൊണ്ടുവന്ന് നിർത്തി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതൊരു കാര്യം, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് പലപ്പോഴും ഈ കേഴ്സ് ബ്രേക്കിംഗ് സെഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതായത് കപ്പിൾ തെറാപ്പി സെഷൻസ് ഇങ്ങനെയുള്ള ചെയ്തിട്ട് അവർ ഓരോരുത്തർക്ക് ഇത്ര പൈസ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് അവർ റേറ്റ് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2000 രൂപ വെച്ച് ഒരു കപ്പിളിൽ നിന്ന് മേടിച്ചാൽ 200 പേരുണ്ടെങ്കിൽ അത് 4 ലക്ഷം രൂപയായി. അവർ എപ്പോഴും അങ്ങനെയാണ് ഇങ്ങനത്തെ ഉള്ള സെഷൻ നടത്തും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ വചനത്തിൻ്റെ കൂടെ തന്നെ ഇവരെ ആൾക്കാരെ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓവർ എ പീരീഡ് അത് പല രീതിയിലുള്ള സബ്വേഴ്സീവായിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി ദാനം കൊടുക്കണമെന്നുള്ള അത് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് ലാസ്റ്റ് പലരും കയ്യിലിരിക്കുന്ന പൈസ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മോതിരം ഉൾപ്പെടെ ഊരി അല്ലെ മാല ഊരി കൊടുക്കുന്നവരുണ്ട്. അത് ക്ലിയറായിട്ട് വർക്കൗട്ട് ആകും. പിന്നെ വലിയ എമൗണ്ട് അവർക്ക് ഒരു രീതിയിൽ അങ്ങോട്ട് കിട്ടാതെ വരുമ്പോഴാണ് ആൾക്കാരെ പേടിപ്പിച്ച് മേടിക്കാനായിട്ട് ഇപ്പോഴൊക്കെ നമ്മൾ ഈ കാണിക്കുന്ന പോലൊക്കെ കണ്ടതുപോലൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മ്യൂസിക്, കേഴ്സ് ബ്രേക്കിംഗ് സെഷൻസ്, ഈ അത്ഭുതങ്ങളെ പോലെ ഇതുള്ളത്. പിന്നെ കണ്ടിന്യൂസ്ലി പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തൈലം അല്ലെങ്കിൽ വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് കൊടുത്ത് അതിൽ നിന്ന് പൈസ മേടിക്കുക. അപ്പം ഇതാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ളവരെല്ലാവരും നല്ല കാറിലും ആഡംബരമായിട്ടും വലിയ വീടുകളിലും താമസിക്കും. ഈ പോകുന്ന ആൾക്കാർ എന്നും എന്തെങ്കിലും നമുക്ക് ബെറ്റർ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവിടെ പോയി ചിലർക്ക് ആ അനുഭൂതിയിൽ ഇത് ഉണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ അനുഗ്രഹം മതി നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകാൻ. അത് പലരും നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ കഷ്ടപ്പാടുകൾ ചെയ്യുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം നമ്മൾ സന്തോഷമായി മറ്റുള്ളവരെ കരുതുകയും നമുക്കൊരു ഷോർട്ടർ ലൈഫേ ഉള്ളൂ എന്നുള്ള മനസ്സിലായി കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജീവിതം എങ്ങനെയായിക്കോട്ടെ ഈ ജീവിതം തന്നെ നമുക്ക് ഒരു വളരെ അനുഗ്രഹപ്രദമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ഓൾ യുവർ വർക്ക്. ഞാൻ ഓർത്തു ഈ മെസ്സേജ് ഒന്ന് ഇട്ടേക്കാം എന്നോർത്തു. താങ്ക് യു. ഈ കൈകൊട്ടിപ്പാട്ടും തുള്ളിച്ചാട്ടവും ഒക്കെ കണ്ട് നിങ്ങൾ ആരും ഈ പൈശാചികദാസന്മാരുടെ കാബറ ഡാൻസിന് പോകരുത്. നിങ്ങൾ ഇവരുടെ വലയിലാകും. മാനഹാനിയും മനസമാധാനവും മാത്രമല്ല പണവും നഷ്ടമാകും. കേൾപ്പാൻ ചെവിയുള്ള മുണ്ണകൾ കേൾക്കട്ടെ, അല്ലാത്തവർ പോയി. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.